രാവിലെ തന്നെ മട്ട റൈസ് എടുത്ത് കഴുകി വൃത്തിയാക്കി ചോറ് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഇപ്പോൾ കുറച്ച് നാളായിട്ട് മട്ട റൈസും കൂടെ മേടിക്കാറുണ്ട്. മുമ്പ് സ്ഥിരം ജാപ്പനീസ് റൈസ് ആയിരുന്നു. മട്ട റൈസിലേക്ക് മാറാനുള്ള കാരണം ജാപ്പനീസ് റൈസിന് ഇപ്പോൾ തീ പിടിച്ച വിലയാണ്. അതേപോലെ തന്നെ നമുക്ക് വേണ്ടത്ര കിട്ടാനും ഇല്ല. കടകളിലൊക്കെ വളരെ കുറച്ച് അരി മാത്രമേ വരുന്നുള്ളൂ. ആ അരി എന്ന് വെച്ചാൽ പെട്ടെന്ന് തീർന്നു പോകും. അപ്പം ഞങ്ങൾ പോകുന്നത് ഓക്കെ സ്റ്റോറിലാണ് കേട്ടോ. ഓക്കെ സ്റ്റോറിലാണ് കമ്പാരിറ്റീവ്ലി റൈസിന് വില കുറവ്. ബാക്കി സ്റ്റോറുകളിലൊക്കെ നല്ല വിലയാണ്. ഇവിടെ എന്ന് വെച്ചാൽ രാവിലെ തന്നെ പോയാൽ കിട്ടും, ഉച്ചയാകുമ്പോഴേക്കും അത് തീർന്നിട്ടും ഉണ്ടാവും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കുട്ടികൾക്ക് ജാപ്പനീസ് റൈസ് മാത്രമാണ് ഇഷ്ടം. അതുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം ജാപ്പനീസ് റൈസ് വെക്കണതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തെർമൽ കുക്കറിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള കലത്തിൽ ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആ വെള്ളം തിളയ്ക്കണ നേരം നമ്മളൊന്ന് അരി കുതിർത്താനായിട്ട് വെക്കും കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നുണ്ടല്ലോ പൂരിയാണ് ഉണ്ടാക്കുന്നത്. കുറേ കാലമായി പൂരി ഉണ്ടാക്കിയിട്ട്. ഇപ്പോൾ എയർ ഫ്രയർ മേടിച്ചാൽ പിന്നെ ഇങ്ങനെ എണ്ണയുടെ ഉപയോഗം വളരെ കുറവാണ് കേട്ടോ. വല്ലപ്പോഴും ഇതേപോലെ ആഗ്രഹം തോന്നി പൂരിയൊക്കെ ഉണ്ടാക്കാൻ മാത്രമാണ് ഇപ്പോൾ ഞാൻ ഓയിൽ ഉപയോഗിക്കുന്നത് തന്നെ. ഞാൻ സ്ഥിരമായിട്ട് ആശീർവാദിൻ്റെ ആട്ട തന്നെയാണ് കേട്ടോ മേടിക്കുക. ഇപ്പം ഞാൻ 5 കിലോ ആയിട്ട് മേടിച്ച് തുടങ്ങി. എന്തായാലും അതിന് ചിലവുണ്ട്. അപ്പം ഞാൻ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഇതേപോലെ എടുത്ത് വെക്കും. എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ എടുത്ത് വെച്ചില്ലെങ്കിൽ ആ പൊടി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ഒട്ടും സോഫ്റ്റ് ആവാത്ത പോലെയാണ്. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഓയിലും ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ കുറച്ച് റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല ക്രിസ്പി ആവാൻ ഹെൽപ്പ് ചെയ്യും. എനിക്ക് പിന്നെ പൂരി നല്ല ചൂടോടെ കഴിക്കണം എന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല കേട്ടോ. നല്ല പൊളച്ച പൂരി തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാനാണ് എനിക്ക് താല്പര്യം. അതിങ്ങനെ എല്ലായിടത്തും കൈകൊണ്ട് ആദ്യം യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇങ്ങനെ കുഴച്ചെടുക്കുക കേട്ടോ. ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കുഴയ്ക്കുന്നത്. ഇപ്പം ആരും പണ്ടത്തെ പോലെ കമൻ്റ് ഒന്നും ചെയ്യാറില്ലല്ലോ. പണ്ടത്തെ ആ ഒരു കമൻറ്റിൽ കൂടെയുള്ള ഒരു കമ്മ്യൂണിക്കേഷനൊന്നും ഇപ്പോൾ നമ്മൾ തമ്മിൽ ഉണ്ടാവാറില്ല. ഇപ്പോൾ ഷോർട്സിലായാലും ഷോർട്സ് പിന്നെ നമ്മൾ അധികം സബ്സ്ക്രൈബേഴ്സിലേക്കല്ല എത്തുന്നത്, പുതിയ ആൾക്കാരിലേക്കാണ്. അപ്പം എനിക്ക് പണ്ട് നമ്മളിങ്ങനെ ലോങ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്ത് നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ കമൻസൊക്കെ കുറവാണ്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റൊക്കെ ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഈ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. ആ നേരം കൊണ്ട് ഇത്തിരി നേരം കുതിർന്നല്ലോ. അപ്പോൾ നമ്മൾ അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ ഈ തെർമൽ കുക്കർ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് അത്രയ്ക്ക് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല ഈ കാര്യം. എനിക്കൊന്ന് അരി പ്രോപ്പറായിട്ട് വേവാത്ത പോലെ തോന്നിയായിരുന്നു. എനിക്ക് പിന്നെ എന്തോ അപ്പോഴും ജാപ്പനീസ് റൈസ് കഴിക്കാൻ തന്നെയാണ് തോന്നിയിരുന്നത്. എന്നുവെച്ചാൽ അധികം വേവാത്ത മട്ട റൈസ് ആകുമ്പോഴേ കറി ഒന്നും അതുമ്പോൾ പിടിക്കാത്ത പോലെ തോന്നിയായിരുന്നു. പിന്നെ അതിൻ്റെ ടെക്നിക്ക് പിടിവിട്ടി കുറച്ചധികം നേരമൊക്കെ ഒന്ന് തിളപ്പിച്ചൊക്കെ വെച്ച് പ്രോപ്പറായിട്ട് വെന്ത് വരുമ്പോൾ അത്യാവശ്യം കൊള്ളാട്ടോ. നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കുക്കാവുന്നുണ്ട്. പിന്നെ ഓവർനൈറ്റ് ഇങ്ങനെ തിളപ്പിച്ചൊക്കെ ഇടുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവോള അരിഞ്ഞു വയ്ക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ചേട്ടൻ എഗ്ഗ് പോലും കഴിക്കില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ വല്ലപ്പോഴും എഗ് പഫ്സോ എഗ് കറിയൊക്കെ കഴിക്കാറുണ്ട്. വല്ലപ്പോഴേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. ഈ പാത്രമേ നമ്മൾ ഫ്ലീ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതായിരുന്നു. അപ്പോൾ ഇങ്ങനെ പുതിയ പാത്രങ്ങളൊക്കെ തന്നെ കടയിലത്തെ ഇങ്ങനെ ലാസ്റ്റ് സ്റ്റോക്കൊക്കെ വരുന്നതും ഈ ഫ്ലീ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുകയും അതേപോലത്തെ പുത്തൻ പാത്രം തന്നെയായിരുന്നു അത്. അങ്ങനെ 800 yen 2 പാത്രം, നല്ല അടിപൊളി പാത്രമാണ് കേട്ടോ. ഇങ്ങനെ ഹാൻഡിലൊക്കെ ഇങ്ങനെ റിമൂവബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ മേടിച്ചിട്ട് ഇപ്പോഴാണ് ഉപയോഗിച്ച് തുടങ്ങിയത്. കുറച്ചധികം നാളായി മേടിച്ചിട്ട്. അപ്പോൾ നമുക്കിന്ന് ഇതിൽ പാചക പരീക്ഷണം നടത്താം. അരി അവിടെ വെട്ടി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ആവി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ മുട്ടക്കറിയുടെ പണികളൊക്കെ തുടങ്ങി. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും കൂടിയൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അരി നന്നായിട്ട് ഒരു 10 മിനിറ്റ് മേലെ വെട്ടി തിളച്ചപ്പോൾ ഞാൻ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് മൂടി വെച്ചു. ഇനി ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ എടുക്കുള്ളൂ. അപ്പോഴേക്കും സെറ്റ് ആയിക്കോളും. എൻ്റെ ചില ഫ്രണ്ട്സ് എന്നോട് വിളിക്കുമ്പോൾ പറയേ, ശ്രീ നീ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും കൂടി മാനേജ് ചെയ്യുന്നത്? കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, പിന്നെന്താ ജോലി ചെയ്യുന്നുണ്ട്, വീട്ടിലത്തെ കാര്യങ്ങളും 2 കുട്ടികളൊക്കെ ഇല്ലേ, എങ്ങനെ എല്ലാം കൂടി പറ്റണത്? ഇവിടെ ഉള്ളവർക്ക് സമയം പോലും കിട്ടുന്നില്ല എന്നൊക്കെ. പക്ഷേ യാഥാർത്ഥ്യത്തിൽ വരുമ്പോൾ എനിക്ക് ഇങ്ങനെ മൾട്ടി ടാസ്കിങ് തീരെ പറ്റില്ല കേട്ടോ. ഞാൻ കുറേയൊക്കെ ഇങ്ങനെ ഒഴിവാക്കിയിട്ടാണ്. പിന്നെ മൂഡ് സ്വിങ്ങും കൂടി വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം പോക്കാണ്. എനിക്ക് ഒരു കാര്യത്തിൽ കൂടുതൽ ഒരു നേരം ചെയ്യാനേ പറ്റില്ല. ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കാനുണ്ടെങ്കിൽ ആ ദിവസം ഞാൻ വീഡിയോ ചെയ്യില്ല. എനിക്ക് പറ്റുന്നില്ല. മൈൻഡ് ശരിയായാൽ മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കാട്ടിക്കൂട്ടി വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മൾക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാൽ മാത്രമാണ് നമുക്കൊരു കാര്യം ചെയ്തതിൽ നമുക്കൊരു തൃപ്തി വരുള്ളൂ. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി വരുന്നതുകൊണ്ടാണ് ഈ വീഡിയോസിൻ്റെ എണ്ണം കുറഞ്ഞു പോണത്.
തക്കാളിയൊക്കെ വഴറ്റി നല്ല രീതിയിൽ നമ്മുടെ മസാല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഞാൻ നാട്ടിൽ നിന്ന് 2-3 പാക്കറ്റായിട്ട് മേടിച്ചിട്ട് വന്നു, കുറച്ചധികം തന്നെ. എന്ന് വെച്ചാൽ ഇവിടെ അതിനൊക്കെ ഭയങ്കര വില കൊടുക്കണം, നാട്ടിലും നല്ല വിലയുണ്ട്, അതിൻ്റെ ഇരട്ടിയാണല്ലോ ഇവിടെ. അതുകൊണ്ട് പറ്റാവുന്ന സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരും. അങ്ങനെ നാളികേരപ്പാൽ സെറ്റായിട്ടുണ്ട്. പിന്നെ കുറേ പേര് പറഞ്ഞായിരുന്നു വറുത്ത നാളികേരമൊക്കെ കൊണ്ടുവരാൻ, അത് ഈ പ്രാവശ്യം കൊണ്ടുവന്നത് ഉപകാരപ്പെട്ടു. ചിലപ്പോൾ ഇങ്ങനെ വറുത്തരച്ച കറികൾക്കൊക്കെ പെട്ടെന്ന് എടുത്തിട്ട് അരച്ചൊഴിക്കാമല്ലോ. ഇപ്പം എൻ്റെ മിക്സി പണി മുടക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിന് ജൂണിലേ വരുള്ളൂ. അപ്പോൾ അത് കാരണം ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവതാളത്തിലായിട്ട് കിടക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ ഇങ്ങനെ അരിച്ചൊഴിക്കാറാണ് കേട്ടോ പതിവ്. എന്ന് വെച്ചാൽ കട്ടകൾ ഉണ്ടാവും, അപ്പോൾ കട്ടകൾ ചിലപ്പോൾ അതേപോലെ തന്നെ അങ്ങോട്ട് കിടക്കും, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടി ആ കട്ടകൾ ഉടച്ചിട്ട് അങ്ങോട്ട് ഒഴിക്കാറുണ്ട്. അധികം പേരും റിക്വസ്റ്റ് ചെയ്യാറുള്ളത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ വ്യൂസൊക്കെ കിട്ടാറുണ്ട്, എല്ലാവരും നല്ല രീതിയിൽ കമൻ്റൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ വ്യൂസൊക്കെ വളരെ കുറഞ്ഞു തുടങ്ങി, നമ്മൾ തമ്മിലുള്ള ആ അറ്റാച്ച്മെൻറ്റൊക്കെ വളരെ കുറഞ്ഞു തുടങ്ങിയ പോലെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, എന്ത് തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഞാൻ വീഡിയോസിൽ വരുത്തണം, എന്നാലാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവുക? അല്ലെങ്കിൽ ഇപ്പോഴത്തെ വീഡിയോസ് കാണുമ്പോൾ വല്ലാണ്ട് ബോറിങ് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. എന്നാലാണ് അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താനും എനിക്ക് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ജിക്കും ചേട്ടനും കിച്ചും ഒക്കെ കുളിച്ചൊക്കെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കി വെക്കണം. അപ്പം നമ്മൾ സ്റ്റീലിൻ്റെ പ്രസ്സിലാണ് പൂരി പ്രസ് ചെയ്യുന്നത്. ഇത് ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കുറേ പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സംഭവം. ഞാൻ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് ജസ്റ്റ് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ സ്റ്റീലിൻ്റെ പ്രസ്സൊക്കെ ആകുമ്പോൾ പ്രസ് ചെയ്ത് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റുകൾ ഉണ്ടാവില്ലേ, ഈ ആശീർവാദ ആട്ടയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പോലത്തെ പാക്കറ്റ്, അതിങ്ങനെ സൈഡിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എളുപ്പമുണ്ട്, പിന്നെ അത് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്, നല്ല രീതിയിൽ തന്നെ പരന്നും കിട്ടും. നമ്മുടെ പൂരി നല്ല രീതിയിൽ തന്നെ പൊളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെറിയൊരു പാൻ യൂസ് ചെയ്താലേ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാം, പിന്നെ നല്ലതാണ്. അയണിൻ്റെ പാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോൾ ഒത്തിരി ഉണ്ടാക്കും, നല്ല രീതിയിൽ തന്നെ കഴിക്കും, ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരം കഴിക്കാമല്ലോ. ഞാനും ചേട്ടനും കൂടിയിട്ടുണ്ടല്ലോ ഒരു ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലം തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പം എനിക്ക് വീട്ടിൽ വീഡിയോ എടുക്കണേലും കൂടുതൽ ഇഷ്ടം പുറത്ത് വീഡിയോ എടുക്കാനാണ്. പക്ഷെ ഇനി സമ്മർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്ടാവാന്ന് വെച്ചാൽ നമ്മുടെ സെമി എന്ന് പറഞ്ഞിട്ടൊരു പ്രാണിയില്ലേ, ചീവീട് പോലെ ഇങ്ങനെ മൂളിക്കൊണ്ടെടുക്കണേ, ആ പ്രാണി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. അപ്പം എന്താ, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കോച്ചിങ് സെൻ്ററിൻ്റെ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ കണ്ടൻറ്റൊക്കെ പ്രിപ്പയർ ആക്കി വന്നതാണ്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. നമുക്കിനി തിരിച്ച് വീട്ടിൽ പോയിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് പിള്ളേരെ സോക്കർ ക്ലാസ്സിന് കൊണ്ടുപോകണം. ഇപ്പോൾ സോക്കർ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ്. ഞാൻ കുറച്ച് ലേറ്റായി, ചേട്ടനും ചിക്കും കിച്ചും സമയമായപ്പോൾ പോയി കേട്ടോ. അപ്പോൾ എൻ്റെ സൈക്കിളിലാണ് മറ്റേ ചൈൽഡ് സീറ്റ് ഉള്ളത്, അതുകൊണ്ട് കിച്ചുവിനെ എടുത്ത് പോകാൻ വേണ്ടി ചേട്ടൻ അതെടുത്തിട്ട് പോയി. ഇത് നമ്മുടെ ചേട്ടൻ്റെ സൈക്കിളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് പോകാം. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ജാപ്പനീസ് എലിമെൻ്ററി സ്കൂൾ ഗ്രൗണ്ടിലാണ് സോക്കർ ക്ലാസ് നടക്കുന്നത്. ഇത് ഓർഗനൈസ് ചെയ്യണത് മലയാളീസിൻ്റെ ഒരു കൂട്ടായ്മ തന്നെയാണ്, AFA എന്ന് പറയും. കോച്ചൊക്കെ ജാപ്പനീസ് ആണ് കേട്ടോ. അപ്പോൾ നല്ല ട്രെയിനേഴ്സൊക്കെയാണ്. ഇപ്പോൾ ആദ്യത്തെ ഒരു 3 മാസം ട്രയൽ ക്ലാസ് ആയിട്ടുണ്ടായിരുന്നു. ട്രയൽ ക്ലാസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മെയ് ആയപ്പോൾ എൻറോൾമെൻറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പർ ക്ലാസ് തുടങ്ങണം. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് മാത്രം എൻറോൾ ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ 2 പേരെയും എൻറോൾ ചെയ്തിട്ടുണ്ട്. വെച്ചാൽ അവർക്കൊരു ഇൻട്രസ്റ്റ് ഒക്കെ കാണിച്ച കാരണം, അറിയില്ല എത്ര നാൾ പോകുന്നു, എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പോയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സോക്കർ ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴയായി. വേറൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോയതായിരുന്നു. അപ്പോൾ പോണ വഴി ഒരു
ഒരു റിക്രിയേഷണൽ ഏരിയ കണ്ടപ്പോൾ അവിടെ കയറി നിന്നു. അപ്പോൾ മഴ കൊള്ളണമെന്നൊക്കെ ഒരു ആഗ്രഹം പറഞ്ഞ ചേട്ടനും ജിക്കും കിച്ചും കൂടി മഴയത്ത് ഓടിക്കളിയൊക്കെ ആയിരുന്നു കേട്ടോ. രണ്ടാളെയും മഴയത്തും വെയിലത്തൊക്കെ വിട്ട് കളിപ്പിക്കണം എന്നൊക്കെ ചേട്ടന് ഭയങ്കര നിർബന്ധമാണ്. അതിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും പറയാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ശീലമായി കേട്ടോ. അതിൻ്റെ പേരിലുള്ള അസുഖങ്ങൾ വരവൊന്നും ഉണ്ടാവാറില്ല. അപ്പം ഞങ്ങൾ ഇവർ 2 മണിക്കൂറായല്ലോ നല്ല കളിച്ച് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയും കൊണ്ടപ്പോൾ നല്ല തണുക്കൊന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ സ്നാക്സൊക്കെ മേടിച്ചു കൊടുത്തു. ചേട്ടൻ അവിടെ നിന്ന് ഒരു കോഫിയും മേടിച്ചു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ചാനലിലേക്ക് പുതിയതായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ. താങ്ക്